പ്ലാന്റുകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും നിങ്ങളല്ലേ? അപ്പം നിങ്ങളൊക്കെ വീട്ടിൽ ഇതുപോണക്കത്തെ ഒരു ഒരു ബാംബു കടത്തിപ്പെടുന്ന ഒരു ഗാർഡനിങ് ബാംബു വെക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ടും കണ്ടിരിക്കണം. അതായത് നമ്മൾ വീട്ടിൽ ഡെക്കറേഷൻ രീതിയിലൊക്കെ ഈ ഈ ഒരു ബാംബു വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അത് നമുക്കിപ്പം ഇത് വളരാൻ വേണ്ടിയിട്ട് മണ്ണ് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മണ്ണിലേ ഇത് വെക്കാൻ പാടുള്ളൂ എന്നൊന്നും യാതൊരു ഇതുമില്ല. അപ്പം ഞാനിത് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബാംബു ഇത് നമ്മുടെ പുറത്ത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ മണ്ണിൽ കിളിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മണ്ണിൽ മറ്റേ ഈ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ മണ്ണ് നിറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കിളിക്കും. പക്ഷേ അതൊക്കെ ഒത്തിരി വലുതായിപ്പോവും. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിലും അല്ലെന്നുണ്ടെങ്കിൽ TV സ്റ്റാൻഡിലൊക്കെ ആണെങ്കിൽ ഇതുപോലൊക്കെ ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലൊക്കത്തെ ചെറിയൊരു ടിന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ടിന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ വെള്ളത്തിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനൊരു ടിന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയൊരു ടിന്ന് സംഘടിപ്പിക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബേക്കറി കടയിലൊക്കെ ഇരിക്കുന്ന മുട്ടായി പാത്രമില്ലേ, അതിൻ്റെ ഒരു ചെറിയ ടിന്നാണ്. അങ്ങനൊരു ടിന്ന് സംഘടിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കറക്റ്റ് അളവിൽ നമ്മൾ ഈ ബാംബു ഈ മറ്റേ ഗാർഡനിങ് ബാംബു ഇതിൻ്റെ കമ്പുകൾ ഇങ്ങനെ കുഞ്ഞായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട്, അതെല്ലാം ഒറ്റ ലെവലായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഒറ്റ ലെവലായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ അതിപ്പോൾ ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഒരു കയ്യിൽ മൊബൈൽ ഇരിക്കുന്നത് കാരണം കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം മൊത്തം പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു കത്തി വെച്ചിട്ടോ, അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ കത്തി കാണുമല്ലോ, കത്തി ഗ്യാസിൽ വെച്ച് ചൂടാക്കി പഴിപ്പിച്ചതിന് ശേഷം ഇതുവഴി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ഹോള് പോലെ വരും. അപ്പോൾ നമ്മുടെ ആവശ്യം എത്രയാണോ ആ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഈ ഒരു ലെവലിൽ കട്ട് ചെയ്ത്, ഇപ്പോൾ നല്ല കിളിച്ച് നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ക്യാമറയിൽ അത്രയും ഭംഗി കാണില്ല, പക്ഷേ പുറമേ നല്ല നാച്ചുറൽ ഭംഗിയാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇത് നമ്മളങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ വെള്ളത്തിൽ താത്ത് വെച്ചേക്കുക. ഇതിൽ വെള്ളം നിറയ്ക്കുക. ഇത് കണ്ടോ, ഇത് വന്നിരിക്കുന്ന മൊത്തം ഇതിൻ്റെ വേരുകളാണ്. ഞാനിപ്പോൾ ഇത് ഫുൾ നിറച്ച് വെച്ചിരുന്ന വെള്ളമാണ്. അപ്പോൾ ഇത് വെള്ളം ഇതിനകത്ത് നിന്ന് പിടിച്ചോളും. നമ്മളിതിനൊരു കെയറിങ് ഒന്നും വേണ്ട. ഇതിൻ്റെ വേര് കണ്ടില്ലേ, വേര് എത്രത്തോളം അതിന് വളർന്ന് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ വെളുത്ത കല്ലുകളും പാറക്കല്ലുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് പിടിച്ച് മീനെ ഒന്നും ആരും ഇടരുത്, മീനൊക്കെ ചത്തു പോകുന്നതായിരിക്കും. ഇത് കണക്കൊരു 2-3 അടുപ്പിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിങ്ങനെ ചെയ്യുക. അതിനുശേഷം വേറൊരു ഐഡിയ ഉണ്ട്. ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് നമ്മൾ ചെറിയ നല്ല ചുമന്ന കളറിലൊക്കെയുള്ള അല്ലെങ്കിൽ മഞ്ഞ കളറിലൊക്കെയുള്ള ഈ നമ്മുടെ എന്താ പറയുക ചരടുകളില്ലേ, ആ ചരടുകൾ നമ്മൾ മേടിച്ച് ഇതിൽ ചുറ്റി ഇങ്ങനെ ഓരോ ഇഴ വിട്ട് ഇങ്ങനെ ചുറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 മാസത്തോളമായി ഞാനിതിപ്പം ഇങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത് ഒരുപാട് വളരത്തുമില്ല. അതേസമയം നമ്മളിത് പുറത്തെവിടെയെങ്കിലും നിൽക്കുകയോ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വളർന്ന് വലിയൊരു നല്ല ഹൈറ്റിൽ പോവും. അത് ഭയങ്കര വൃത്തികേടായിരിക്കും കാണാൻ വേണ്ടി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, നല്ല ഡാർക്ക് പച്ചയാകത്തുമില്ല, എന്നാൽ ഇളം പച്ച കളറിൽ ഇരിക്കുകയും ചെയ്യും. പിന്നെ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ വളം ഇടണമെന്ന് നിർബന്ധമുള്ളവരാണ്. വളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൽ കൂടുതലും ഹൈറ്റിൽ ഇത് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എന്താ പറയുക, ഈ ആസ്പിരിൻ പൊടി ഉണ്ടല്ലോ, ആസ്പിരിൻ നമ്മുടെ ടാബ്ലറ്റാണ് ആസ്പിരിൻ, എക്കോസ്പിരിൻ എന്നൊക്കെ പറഞ്ഞ ടാബ്ലറ്റുകളുണ്ട്. ആ ടാബ്ലറ്റ് മേടിച്ചിട്ട് കുറച്ച് പൊടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഇച്ചിരൂടെ ഒരു നല്ല ശക്തിയോട് കൂടിയിട്ട് വളരുന്നതായിരിക്കും. ഇത് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിലോ അല്ലെന്നുണ്ടെങ്കിൽ TV സ്റ്റാൻഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതങ്ങ് നശിച്ചു പോകും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നശിച്ചൊന്നും പോകത്തില്ല. ഇത് വെട്ടമില്ലെങ്കിൽ തന്നെ നമുക്കൊരു ലൈറ്റ് വെട്ടമൊക്കെ മതി, ഇത് നന്നായിട്ട് ഉണ്ടാവുന്നതായിരിക്കും.
നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇതിൻ്റെ എവിടെയെങ്കിലും ബാമ്പു അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്, ഗാർഡൻ ബാമ്പു എന്നോ എന്തോ ആണ് ഇതിൻ്റെ പേര്. അപ്പം ആ ഒരു സാധനം എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ കുറച്ച് കമ്പുകൾ ശേഖരിക്കുക എന്ന് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. കുറച്ച് കമ്പുകൾ ശേഖരിച്ച് നല്ല കത്രികയൊക്കെ വെച്ച് നല്ല രീതിയിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഇറക്കി വെക്കുക. എത്രയും മാത്രം ചെയ്താൽ മതി. അത് ഒരു 3-4-5 ദിവസം കഴിയുമ്പോഴത്തേക്കിന് നല്ല രീതിക്ക് പൊട്ടിമുളച്ച് വരുന്നതായിരിക്കും. ഇത് കണക്ക് നമ്മൾ ഏതൊരു ചെടിയാണെങ്കിലും വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേര് കിളിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവരും ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കുപ്പിയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ വീഡിയോസിനും പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് കണക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇത് കണക്കത്തെ ചെറിയൊരു കുപ്പിയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.